Welcome to online tutorial for engineering students by Stefon Education. We use advanced visual technologies in connection with the changing educational concepts for our aspiring engineering students. This is a student-friendly platform where students can improve on their conceptual knowledge and our subjects കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ സഹായിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും സബ്ജക്ട്സ് നമ്മൾ ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. So let's begin with our very own Kerala Technical University subjects. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് ആയ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. എൻ്റെ പേര് അനീറ്റ സേനാജിജി. നമ്മളിവിടെ ഇന്ന് തുടങ്ങാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളാണ്. ലെറ്റ്സ് ഗെറ്റ് എ ജനറൽ ഐഡിയ അബൌട്ട് വാട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഈസ്. സിവിൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ എഞ്ചിനീയറിംഗ് എന്താണ്? എഞ്ചിനീയറിംഗ് is the oldest profession in the technical field, and in that civil engineering is the oldest branch in engineering. With creativity and technical skills, civil engineers plan cheyam, design cheyam, construct cheyam and operate cheyam facilities. Palavida facilities nu parna endana that improves the life of a human being. Oru human being inde life ne essential aayittulla ella services provide cheya, like bridges, waterways, airports, dams, etc. Okay, appo itrayillu manasilayunnu what is civil engineering? Civil engineering is the art of directing the sources of nature for the use and convenience of a man. അതിനെയാണ് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എഞ്ചിനീയറിംഗ് എന്നാണ് തുടങ്ങിയത്? നമ്മൾ ഹിസ്റ്ററി വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സിവിൽ എഞ്ചിനീയറിംഗ് ആദ്യം ഒറിജിനേറ്റ് ചെയ്തത് ഏൻഷ്യൻ്റ് ഈജിപ്തിലാണെന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഗീസ പിരമിഡ്. ആ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ബിൽഡിംഗ് പ്ലാൻ ഉണ്ടാക്കിയത്. ഒരു ബിൽഡിംഗ് പ്ലാൻ ഉണ്ടാക്കിയത് മാത്രമല്ല, മാത്തമാറ്റിക്കലി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ആദ്യമായിട്ട് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത് നമ്മുടെ ഗീസ പിരമിഡാണ്. അത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സ്ട്രോങ് ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നു ആ ഗീസ പിരമിഡ് എന്ന്. ഗീസ പിരമിഡ് മാത്രമല്ല വിച്ച് ഷോസ് ദ ഹിസ്റ്ററി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അതിൻ്റെ ഒരു എക്സാമ്പിളിൽ ഒന്നാണ് നമ്മുടെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഫോർട്ടിഫിക്കേഷൻ, അതായത് കോട്ടകളാണ്. ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഒറ്റയടിക്ക് ഒരു സിംഗിൾ ലെങ്ത്തിൽ ഉണ്ടാക്കിയ ഒരു കാര്യമല്ല, ഒരു സിംഗിൾ ടൈമിൽ ഉണ്ടാക്കിയതേ അല്ല. അത് പല എറയിൽ പല സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ ഒരു പിരമിഡ് ഫോർട്ടിഫിക്കേഷൻസ് ആണത്. ആൻഡ് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഫോർട്ടിഫിക്കേഷൻസ്, ഒരു സെറ്റ് ഓഫ് കോട്ടകളാണ്. ആൻഡ് ഇതിന് ആദ്യമായിട്ട് ഫൗണ്ട് ചെയ്തത് 7th century BC ഈ നമ്മൾ കാണുന്ന ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന എന്ന് പറയുന്നത് അത് ഒരു സിംഗിൾ ലെങ്ത്തിൽ ഉണ്ടാക്കിയ ഒരു ഫോർട്ടിഫിക്കേഷൻ അല്ല. അത് പല ഘട്ടം ഘട്ടമായി പല ഡൈനാസിറ്റികൾ, അതായത് പല കിങ്സ് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത ഒരു വാളാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഇമിഗ്രേഷൻ ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അത് മാത്രമല്ല അവരുടെ എക്സ്റ്റേണൽ എനിമീസിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ഫോർട്ടിഫിക്കേഷൻ ആയിരുന്നു ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഇത് ആദ്യം തുടങ്ങിയത് 7th century ഇത് കണ്ടിന്യൂ ചെയ്ത് 220 to 260 BC. പിന്നീട് നമ്മളിപ്പോൾ കാണുന്ന ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ഉണ്ടായത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർവ്വതയിൽ എത്തിയത് അതൊരു 1300 AD സോ അത് ഒരു എക്സാമ്പിൾ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, അതായത് എങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗ് ഡെവലപ്പ് ആയി എന്നുള്ളതിൻ്റെ. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് സെയിൻറ്റ് ബേസിൽസ് ചർച്ച് ഇൻ റഷ്യ. അതൊരു ഓർത്തഡോക്സ് ചർച്ചാണ്. ഈ ചർച്ച് എന്ന് പറഞ്ഞാൽ അന്ന് അതുണ്ടാക്കിയ സമയത്ത്, അതായത് ഒരു 700 BC സമയത്ത് അതായിരുന്നു ടോളസ്റ്റ് ബിൽഡിംഗ്. പക്ഷെ അതിനുശേഷം അതുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയ ആൾ തന്നെ അതിനേക്കാളും വലിയൊരു ബിൽഡിംഗ് അവിടെ കൺസ്ട്രക്ട് ചെയ്യുകയായിരുന്നു. സോ ഇറ്റ്സ് ഓൾ ഷോസ് ഹൗ വി പ്ലാൻ ആൻഡ് ഹൗ മാത്തമാറ്റിക്കലി വി ക്യാൻ ബിൽഡ് എ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ഫയർ പോലെയാണ്, ആളിക്കത്തുന്ന ഒരു ഫയറിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സെയിൻറ്റ് ബേസിൽസ് ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് 10 chapels. ഒരു ചാപ്പലിൻ്റെ ചുറ്റും 10 chapels ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഫ്ലെയിം. അത് നിങ്ങൾക്ക് ഈ പിക്ചർ കാണുമ്പോൾ മനസ്സിലാകും. പിന്നെയുള്ള വൺ ഓഫ് ദ മോസ്റ്റ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻ്റ് ആണ് നമ്മുടെ സ്വന്തം താജ്മഹൽ. 1600s ഉണ്ടാക്കിയത്. ആരാണ് ഉണ്ടാക്കിയത് നമുക്കറിയാം, ഷാജഹാൻ. അന്ന് അതുണ്ടാക്കിയ സമയത്ത് ദാറ്റ് വാസ് അബൌട്ട് 32 million rupees. അതിൻ്റെ കോസ്റ്റ് ആയിരുന്നു 32 million rupees. ഓൾമോസ്റ്റ് 20,000-ഓളം ആർട്ടിസൻസ് ആയിരുന്നു അത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഈ 32 million rupees ഇപ്പോഴത്തെ കാലത്തോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് അറൌണ്ട് 72 crores ആയിരുന്നു അന്ന്. ആൻഡ് അത് നമുക്ക് കാണാം, അതിന് ഇപ്പോഴും ഡിറ്റീരിയോറേഷൻ വരുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ സ്ട്രെങ്ത്, അപ്പോൾ ദാറ്റ് ഷോസ് ഹൗ ക്ലെവർ ഓഫ് എ മാൻ വി വർ അത്ര ഏജ് ബാക്ക്.
ഇനി അടുത്ത ഒരു ഏൻഷ്യൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഹോര്യൂജി ടെമ്പിൾ ഇൻ ജപ്പാൻ ആണ്. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. ഈ ടെമ്പിളും ഒരു 700 BC 600 BCയുടെ സമയത്താണ്. 600 BCയിലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്, 607 ടു ബി പ്രിസൈസ്. പക്ഷേ അതിനുശേഷം ഒരു വലിയ ഫയർ വന്ന് ഇത് മൊത്തം നശിച്ചു പോവുകയായിരുന്നു. അതിനുശേഷം നമ്മളുടെ ഇന്നത്തെ കാലത്തേക്കാളും 1200 years ബിഫോർ ഇത് പിന്നെയും റീകൺസ്ട്രക്ട് ചെയ്യായിരുന്നു, അറൌണ്ട് 60s 70s. ആ സമയത്ത് ഇത് കൺസ്ട്രക്ട് ചെയ്തു. ആൻഡ് ഇതിൻ്റെ മെയിൻ ഹാൾ, അതിനെ കോണ്ടോ എന്ന് വിളിക്കും. ആ സാധനം ഇറ്റ്സ് ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് ആൻഡ് എത്ര പഴക്കം കൂടിയ ഒരു വുഡൻ സ്ട്രക്ചറാണ് ഈ കോണ്ടോ എന്ന് പറയുന്നത്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാളാണ് ഈ കോണ്ടോ എന്ന് പറയുന്നത്. അടുത്ത ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ലേഷാൻ ബുദ്ധ സ്റ്റോൺ ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധയുടെ ഒരു സ്ട്രക്ചറാണ്, അത് ഒരു സ്കൾപ്ചറാണ്. അതൊരു മൗണ്ടനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1200 years ബിഫോർ ആണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോഴും ഇതിന് ഒരു ഇറോഷനും സംഭവിച്ചിട്ടില്ല, അത് നശിച്ചിട്ടേ ഇല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു യുണീക്ക് ഇറിഗേഷൻ സിസ്റ്റം അവിടെ ഉണ്ട്, ഒരു യുണീക്ക് വാട്ടർ ഡ്രെയിനേജ് ഒരു സിസ്റ്റം അവിടെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനൊന്നും പറ്റില്ല. ആ ഒരു ചാനൽ എന്ന് പറയുന്നത് ആ ഒരു ബുദ്ധയുടെ ഹെയറിലും ആ ബുദ്ധയുടെ ചെവിയുടെ പുറകിലുമായിട്ട് ഒരു ടൈപ്പ് ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. ആ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധയുടെ സ്റ്റോണിലോട്ട് വീഴുന്ന ഓരോ മഴത്തുള്ളികളും അത് ഈ ബുദ്ധയുടെ ബോഡിക്കകത്തോട്ട്, അതായത് ആ സ്റ്റോൺ സ്കൾപ്ചറിനകത്തോട്ട് കയറാതെ പ്രിവെൻറ്റ് ചെയ്ത് വെളിയിലോട്ട് കളയുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ ഇത്ര കാലം കഴിഞ്ഞിട്ടും ആ ഒരു ബുദ്ധ സ്റ്റോണിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് stone sculptures of Buddha in the world. ഇനി നമ്മുടെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് ആണ് ചന്ദ് ബൗരി ഇൻ ഇന്ത്യ. ഇത് രാജസ്ഥാനിലുള്ള ഒരു സ്റ്റെപ്ഡ് വെൽസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റെപ്പ് വെല്ലാണ് ഈ ചന്ദ് ബൗരി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലൊക്കെ ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വെള്ളം പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് ഈ ചന്ദ് ബൗരി എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ സെറ്റ് ഓഫ് 4 set of steps. ഈ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകും. 5 to 6 stories ബിലോ ദ ഗ്രൗണ്ട് വരെ ഈ സ്റ്റെപ്സ് താഴോട്ട് പോകുന്നുണ്ട്. ഈ ചന്ദ് ബൗരിയിലുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് അബൌട്ട് 3200 സ്റ്റെപ്സ് ഉണ്ട് ഈ ഒരു വെല്ലിൻ്റെ അടിയിലോട്ട് എത്താനായിട്ട് മാത്രം. അതെന്ന് പറഞ്ഞാൽ ഇത് ഏത് സെഞ്ച്വറി അല്ലെങ്കിൽ ഏത് സമയത്താണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഇതുവരായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ് ഇല്ല. പക്ഷേ അതിൻ്റെ സ്കൾപ്ചറും അതിൻ്റെ കാർവിങ്സും വെച്ച് ഒരു ഓൾമോസ്റ്റ് 7th century BCയിലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് സിവിൽ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, മാൻ്റെ ബുദ്ധിക്കനുസരിച്ച് എങ്ങനെ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു, എങ്ങനെ അത് ഇമ്പ്രൂവ് ആയി എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് പഴയ BCകളിലാണ് നമ്മൾ ആദ്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു ദ സൊസൈറ്റി എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇറ്റ്സ് എ സർവീസ് ടു ദ മാൻ കൈൻഡ്. നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്ത് വി ആർ പ്രൊവൈഡിങ് എ സർവീസ് ടു ദ മാൻ കൈൻഡ്. മോഡേൺ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സർവീസസും ഈ സിവിൽ എഞ്ചിനീയറിംഗിലൂടെയാണ് ഡെവലപ്പ് ആയത് തന്നെ. സോ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആരാണ് നമ്മുടെ ഫസ്റ്റ് സിവിൽ എഞ്ചിനീയർ? ജോൺ സ്മീത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ദ ഫസ്റ്റ് സിവിൽ എഞ്ചിനീയർ. ഹി വാസ് എ ഫസ്റ്റ് പേഴ്സൺ ടു കോൾ ഹിംസെൽഫ് എ സിവിൽ എഞ്ചിനീയർ. പണ്ടൊക്കെ മിലിറ്ററി എഞ്ചിനീയേഴ്സിൻ്റെ വർക്കിൻ്റെ അണ്ടറിൽ വന്നുകൊണ്ടിരുന്ന ഒരു ഫോം ഓഫ് വർക്ക് ആയിരുന്നു, പ്രൊഫഷനായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ്. ഒരു പ്രൊഫഷൻ എന്നല്ല, ഒരു ആക്ടിവിറ്റി എന്ന് മാത്രമായിരുന്നു സിവിൽ എഞ്ചിനീയേഴ്സിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇറ്റ് വാസ് ജോൺ ഹു ഫസ്റ്റ് ഡിവൈഡഡ് ദാറ്റ്. അതായത് പുള്ളി പറയുകയായിരുന്നു ദാറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഒരു സെപ്പറേറ്റ് പ്രൊഫഷനാണ്. പുള്ളി അതിനുവേണ്ടി തന്നെ കുറേ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. സോ ഹി വാസ് എ ഫസ്റ്റ് പേഴ്സൺ ടു സേ ദാറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഈസ് എ പ്രൊഫഷൻ. അദ്ദേഹം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ദ ബിഗ്ഗസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റി ഓഫ് ദ വേൾഡ് ക്രിയേറ്റ് ചെയ്തത് ആഫ്റ്റർ 20 years. So he was the first, John Smeaton, he was the first civil engineer. So all the civil engineers example ആണ് ജോൺ സ്മീറ്റൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സിവിൽ എഞ്ചിനീയർ ആരാന്ന് മനസ്സിലായി. സോ നൗ വി ആർ കമ്മിങ് ടു ദ മോഡേൺ എറ. അപ്പോൾ മോഡേൺ എറയിൽ പല സിവിൽ എഞ്ചിനീയറിംഗ് വണ്ടേഴ്സ് ഉണ്ട്. നമ്മൾ ജനിച്ച് വളർന്ന സമയത്ത് തന്നെ പല സിവിൽ എഞ്ചിനീയറിംഗ് വണ്ടേഴ്സ് നമ്മൾ കണ്ടു. അതിലൊന്നാണ് നമ്മുടെ ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ നമുക്ക് കാണാം. ഇറ്റ് ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ഇറ്റ്സ് അബൌട്ട് 828 meters in height. 142 ഓളം ഫ്ലോർസ് ഈ ഒരു ടവറിനുണ്ട്. അത് മാത്രമല്ല ഈ ടവറിന് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച കോൺക്രീറ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 100,000 elephants അത്രയാണ് ഈ ബുർജ് ഖലീഫയുടെ കോൺക്രീറ്റിന് മാത്രമുള്ള വെയിറ്റ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AV380 എയർ ബസ്, അതായത് 5 AV380 എയർ ബസസിൻ്റെ അത്രയുമാണ്. അത്ര ടൺ വെയിറ്റ് ഉണ്ട് ആ ബുർജ് ഖലീഫയിൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീലിന്. സോ വി ക്യാൻ അപ്പോൾ നമ്മൾക്ക് ഇംപ്രൂവ് ആയി. ആൻഡ് ഈ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സസ്റ്റൈനബിൾ എനർജി യൂസ് ചെയ്തിട്ടാണ് അത് റൺ ചെയ്യുന്നത്. അവരുപയോഗിക്കുന്ന വാട്ടറൊക്കെ റീസൈക്കിൾഡ് ആണ്. ഈ ബുർജ് ഖലീഫയിലെ വാട്ടർ റീസൈക്കിൾഡ് ആണ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അതർ പർപ്പസസ്. അത് റീയൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് കാണാം
we are improving നമ്മളുടെ എഫിഷ്യൻസി, ബിൽഡിങ്ങിൻ്റെ എഫിഷ്യൻസി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാണ്, അതിൻ്റെ സസ്റ്റൈനബിലിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാണ്, റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ യൂസ് നമ്മൾ കൂട്ടി. അതായത് നമുക്ക് എങ്ങനെ നമ്മളുടെ ബിൽഡിങ്ങിനെ റിസോഴ്സസിൻ്റെ ലെസ് അവൈലബിലിറ്റിയിൽ റൺ ചെയ്യാൻ പറ്റും, അതായത് വിത്തൗട്ട് ഹാർമിങ് ദി എർത്ത് ഓർ ദി എൻവയൺമെൻറ്റ് നമുക്ക് എങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കാം, അതിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയുടെ എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 124th ഫ്ലോർ, അതായത് അതിൻ്റെ ഒബ്സർവേഷൻ ഫ്ലോറിലെത്താൻ വെറും 1 minute മതി. സോ യു ക്യാൻ സീ ഹൗ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഹൗ സിവിൽ എഞ്ചിനീയറിംഗ് ഡെവലപ്ഡ്. സോ Burj Khalifa is an example of modern era construction. അത് 2004 സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഫൗണ്ടേഷൻ, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തത് 2010. ആദ്യം ബുർജ് ഖലീഫനെ നമുക്ക് എല്ലാവർക്കും അറിയാം ബുർജ് ദുബായ് എന്നാണ് വിളിച്ചിരുന്നത്. ലേറ്റർ ഓൺ ഇറ്റ് വാസ് കോൾഡ് ആസ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അറബിക് ആൻഡ് ദ ആക്ച്വൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇസ് ദാറ്റ് ഖലീഫ ടവർ. ഖലീഫ ടവർ എന്നാണ് ബുർജ് ഖലീഫയുടെ മീനിങ്, ലിറ്ററൽ മീനിങ് ഇൻ ഇംഗ്ലീഷ്. സോ let's move on to another one of modern era construction. അതെന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ചാനലാണ്. ഇംഗ്ലീഷ് ചാനൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ഗ്രേറ്റ് ബ്രിട്ടൻ ഐലൻഡ്സ് ആൻഡ് ദ യൂറോപ്യൻ മെയിൻലാൻഡ്. അതായത് ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്ന റിവറിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ചാനൽ, ഒരു ടണലാണ് ഇംഗ്ലീഷ് ചാനൽ ടണൽ എന്ന് പറയുന്നത്. ഈ ഇംഗ്ലീഷ് ചാനൽ ടണൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് അബൌട്ട് 158 feet ബിലോ ദ സീ ലെവൽ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ഡീപ്പ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ there were some fireworks and some deteriorations that happened to this channel. പക്ഷേ അതവർ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോഴും അതൊരു സബ്വേ ആണ്. ഇറ്റ്സ് യൂസ്ഡ് ഫോർ റെയിൽവേസ്, അല്ലാതെ നമ്മുടെ നോർമൽ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല. ഇറ്റ്സ് എ റെയിൽവേ. Moreover, it's a subway. So that is some examples of a modern era construction. എത്രത്തോളം ഇംപ്രൂവ് ആയെന്ന് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഹൗ മോഡേൺ ടെക്നോളജി ഹാസ് ഇംപ്രൂവൈസ്ഡ് ദ വേസ് ഇൻ വിച്ച് വി കൺസ്ട്രക്ട് ദ ബിൽഡിംഗ്. സോ ഇത്രയൊക്കെ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. സോ വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇൻ ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി? അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. സോ വീവ് കവേർഡ് ദ ജനറൽ ഇൻട്രൊഡക്ഷൻ ഓർ ജനറൽ ഐഡിയ ഓഫ് വാട്ട് is civil engineering. So let's get to know the relevance of this particular field in the overall development or the infrastructural development of the country. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് എന്നും ഒരു സിവിൽ എഞ്ചിനീയറിൻ്റെ റോൾ എന്താണെന്നും. ഹി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓർ ദി ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഈ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഇറ്റ് ടെൽസ് അബൌട്ട് എ ലോട്ട് അബൌട്ട് ദ സിവിലൈസേഷൻ ഓഫ് ദ പെർട്ടിക്കുലർ കൺട്രി. അതായത് നമ്മുടെ പാസ്റ്റ് സിവിലൈസേഷൻസ് ഇറ്റ് ഷോസ്, അല്ലെങ്കിൽ പാസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സ് അത് നമ്മളെ കാണിച്ചു തരാണ് ഹൗ നമ്മളുടെ കൺട്രിയുടെ സിവിലൈസേഷൻ എങ്ങനെ ഡെവലപ്പായി. അത് മാത്രമല്ല ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഹൗ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു, ഇപ്പോഴത്തെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ് എന്താണ്, എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ആയി എന്നൊക്കെ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയി ഇൻ ടെക്നോളജി, ഇൻ മാൻ പവർ, എല്ലാം നമ്മൾ എങ്ങനെ ഇമ്പ്രൂവ് ആയി എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഇറ്റ് ഷോസ് ഹൗ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ്, അല്ലെങ്കിൽ എങ്ങനെ അത് നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്ന്. സോ സിവിൽ എഞ്ചിനീയറിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീൽഡ്. സോ ഞാനിപ്പം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് കുറേ പറഞ്ഞു. വാട്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർവീസാണ്. ഒരു സർവീസ് ടു ദ മാൻകൈൻഡ് ആണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ. അത് മാത്രമല്ല നമ്മുടെ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ്, കൺട്രിയുടെ എക്കണോമീനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻഫ്രാസ്ട്രക്ചർ. സോ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതിൽ നിന്ന് ഈ ഫിഗറിൽ നിന്നും നിങ്ങൾക്ക് കാണാം വാട്ട് ആർ ദി ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്. ഒന്നുമല്ല, ഇറ്റ്സ് സിമ്പിൾ. റോഡ്സ്, എയർപോർട്ട്സ്, റെയിൽവേസ്, ടെലികമ്മ്യൂണിക്കേഷൻ, വാട്ടർ സിവേജ് സിസ്റ്റം, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, ഇതെല്ലാം ഇറ്റ്സ് ഓൾ ആൻ എക്സാമ്പിൾ. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ സ്ട്രക്ചറും ആക്ച്വലി ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. നമ്മൾ യൂസ് ചെയ്യുന്ന ടെലികമ്മ്യൂണിക്കേഷൻ, റിന്യൂവബിൾ എനർജി, ഇതൊക്കെ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. So various factors affect the economical development of a country. Like what? Like education, like what the services that I've just told you. All of these affect the economical development of a country. So what is the impact that infrastructure has on the economic development of a country? It protects us from famines, from floods, from droughts. How? Because നമ്മളുടെ water treatment, നമ്മുടെ drainage system, നമ്മുടെ dams, അതൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. നമുക്ക് ഫാമിൻ ഉണ്ടാവാതിരിക്കാൻ, ഡ്രോട്ട് ഉണ്ടാവാതിരിക്കാൻ ഒക്കെ ആണ് ഈ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഹെൽപ്സ്. പിന്നെ ഇറ്റ് ഇംപ്രൂവ്സ് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്യാണ്. നമ്മൾ ഒരു ബിൽഡിംഗ് ബെറ്റർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ബെറ്റർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ആണ്. എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ സ്ലോലി അത് നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യുകയാണ്. ഓൾ അതർ ഫീൽഡ്സ് ഇൻ വിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഹാസ് എൻ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? ഇറിഗേഷൻ, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി, ടെലികമ്മ്യൂണിക്കേഷൻ, ഈ എല്ലാ ഫീൽഡിലും
നമുക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സോ ആക്ച്വലി സിവിൽ എഞ്ചിനീയറിംഗ് ഇമ്പാക്ട്സ് ദ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. സോ ഇത്രയും നേരം നമ്മൾ റെലവൻസിനെ കുറിച്ച് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ്